നാമം മഹത്വമുണ്ടാവട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 2 വാക്യം 5 ഇങ്ങനെ പറയുന്നുണ്ട്. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാവങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ. നമ്മളോട് ഇവിടെ വ്യക്തമായി ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പാവങ്ങളെ മോചിപ്പിച്ച് തരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് അല്ലാണ്ട് അന്യദൈവങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഈ വാക്യം നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാക്യമാണ് മത്തായി അധ്യായം 9 വാക്യം 22. യേശു പറഞ്ഞു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. വിശ്വാസമാണ് നമുക്ക് ക്രിസ്തുവിൽ വേണം. എന്നാൽ നമുക്ക് പൂർണ്ണമായി സൗഖ്യം ദൈവത്തിൽ നിന്ന് കിട്ടുമെന്ന് വാക്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പലവിധ രോഗങ്ങൾ വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ തീർച്ചയായും പ്രാർത്ഥിക്കണം. അതുതന്നെയാണ്, പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് സൗഖ്യം കിട്ടുന്നത്. ആ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. യാക്കോബ് അധ്യായം 5 വാക്യം 15 പറയുന്നുണ്ട്, പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളോട് പ്രബോധിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുമെന്ന് കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പാവങ്ങളെ മോചിപ്പിച്ച് തരണമെങ്കിൽ നാം ദൈവത്തോടുള്ള പ്രാർത്ഥന അത്യാവശ്യമാണ്. നാം ദൈവത്തോടുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നമ്മളെ രക്ഷിക്കും, നമ്മുടെ പാവങ്ങളെ മോചിപ്പിച്ച് തരും, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും തന്നെ ചെയ്യുമെന്ന് ഈ വാക്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നുണ്ട്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.